ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെക്കിളിക്കൂടെ അപ്കമിംഗ് റിവ്യൂവിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. കവിതയുമായുള്ള വിവാഹം കഴിഞ്ഞാൽ വീട് മാറി താമസിക്കണമെന്നുള്ള സത്യം കവിതയിൽ നിന്ന് തന്നെ സുഭാഷ് അറിഞ്ഞിരിക്കുകയാണ്. തുടർന്ന് ദേഷ്യത്തോടുകൂടി വീട്ടിലേക്ക് വരികയാണ് സുഭാഷ്. എല്ലാവരും സുഭാഷിനെ ശ്രദ്ധിക്കുന്നു. സുഭാഷ് കസേരയിലേക്ക് ഇരിക്കുമ്പോൾ എല്ലാവരും ചുറ്റും വന്ന് നിൽക്കുകയാണ്. നികേഷ് പറയുകയാണ്, സുഭാഷ് ഏട്ടൻ എന്താ ഇത്രയും വൈകുന്നതെന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു. സുഭാഷ് ഏട്ടൻ വന്നിട്ടല്ലേ എന്തെങ്കിലും കഴിക്കാൻ ഉണ്ടാക്കുകയുള്ളൂ. ഇതെന്താ സുഭാഷ് ഏട്ടൻ ഉണ്ടാക്കാൻ പോകുന്നത്? സുഭാഷ് പറയുന്നു, ഞാൻ എന്തിനാ പാചകം ചെയ്യുന്നത്? നിങ്ങൾ തന്നെ പാചകം ചെയ്ത് കഴിക്കണം. എല്ലാവർക്കും അതൊരു ശീലം ആകേണ്ടതല്ലേ. സുഭാഷ് ഏട്ടൻ എന്താ പാചകം ചെയ്യാത്തേന്ന് നികേഷ് ചോദിക്കുമ്പോൾ സുഭാഷ് പറയുകയാണ്, എന്നെ ഇവിടുന്ന് പുറത്താക്കാൻ ശ്രമിക്കുകയല്ലേ? ഞാൻ ഇവിടുന്ന് പോയാൽ നിങ്ങൾ അങ്ങനെ ഭക്ഷണം ഉണ്ടാക്കും. ഞാൻ ഇവിടെ ഇല്ലെങ്കിൽ നിങ്ങൾ തന്നെ പാചകം ചെയ്യേണ്ടി വരില്ലേ? പുഞ്ചിരിച്ച് സുധീഷ് ചോദിക്കുന്നു, സുഭാഷ് ഏട്ടനോട് ആരാ ഇവിടുന്ന് പോകണമെന്ന് പറഞ്ഞത്? അപ്പോൾ സുഭാഷ് പറയുകയാണ്, മോളെ നിധി, മോള് വേണമെങ്കിൽ റൂമിൽ പോയിരുന്നോ? നിധി ചോദിക്കുന്നു, എന്തു പറ്റി സുഭാഷ് ഏട്ടാ? സുഭാഷ് പറയുന്നു, കവിതയെ കണ്ടിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങൾ മറച്ചു വെച്ച എല്ലാ കാര്യങ്ങളും ഞാൻ അറിഞ്ഞിട്ടാ വന്നിരിക്കുന്നത്. നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് എന്തോ എന്നിൽ നിന്നും മറച്ചു വെക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ ഇങ്ങനെ ഒരു കാര്യമാണെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. നേരത്തെ ആ കവിത എന്നെ തനിച്ച് കണ്ടിട്ട് എല്ലാവരുടെ ഒപ്പം താമസിക്കാൻ കഴിയില്ല, ഒറ്റയ്ക്ക് മാറി താമസിക്കണമെന്ന് പറഞ്ഞതാണ്. ഞാൻ അന്നേ ഈ കല്യാണം നടക്കില്ല എന്ന് പറഞ്ഞതാണ്. ഇപ്പം മനസ്സ് മാറി കവിത വന്നതിന്റെ പിന്നിലെ കാരണം എന്താണെന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചതാണ്. അപ്പൊ നിങ്ങൾ പറഞ്ഞു ഞങ്ങളെല്ലാം തീരുമാനിച്ചിട്ടുണ്ട്, ഈ കല്യാണം നടക്കുമെന്ന്. എന്റെ അനിയന്മാർ ഇങ്ങനെ പറയുന്നതിന്റെ പിന്നിൽ നല്ല ഉദ്ദേശമായിരിക്കുമെന്ന് ഞാനും വിചാരിച്ചു. കവിത എന്നെ വിളിച്ച് നേരിൽ കാണണമെന്ന് ആവശ്യപ്പെട്ടു. കവിത എല്ലാ സത്യവും എന്നോട് പറഞ്ഞു. ഞാൻ ഈ വീട്ടിൽ നിന്നും പുറത്തു പോകണം. കവിതയെ കല്യാണം കഴിച്ച് വീട് മാറി താമസിക്കണം. ആ കണ്ടീഷന് സമ്മതമാണെങ്കിൽ മാത്രമേ ഈ കല്യാണം നടക്കൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഈ വീട് വിട്ടു പോകുന്നതിൽ ഒരു പ്രശ്നമില്ല. ഞാൻ ഈ വീട്ടിൽ വേണ്ടാന്ന് എന്നോട് ചോദിക്കാതെ നിങ്ങൾ അങ്ങ് തീരുമാനിച്ചു. എടാ നികേഷ്, ഈ സുഭാഷ് ഏട്ടനില്ലാതെ നിനക്ക് ഈ വീട്ടിൽ ജീവിക്കാൻ പറ്റുമോടാ? നികേഷ് പറയുന്നു, ഇല്ല സുഭാഷ് ഏട്ടാ, പക്ഷേ എന്നും എന്നെ കുറിച്ച് ആലോചിച്ചോണ്ട് സുഭാഷ് ഏട്ടൻ ഇവിടെ ഇരിക്കാൻ പറ്റുമോ? സുഭാഷ് ഏട്ടന്റെ കല്യാണം നടക്കണ്ടേ? എനിക്ക് എന്തിനെക്കാട്ടിലും വലുത് സുഭാഷ് ഏട്ടന്റെ സന്തോഷമാണ്. സുഭാഷ് ചോദിക്കുന്നു, എടാ നിനക്ക് പോലും എന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലേ? എന്റെ സന്തോഷം നടക്കാൻ പോകുന്ന കല്യാണത്തിലല്ലടാ, എന്റെ സന്തോഷം നിങ്ങൾ എല്ലാവരുമാണ്. എന്റെ സന്തോഷം എന്താണെന്ന് പോലും അറിയില്ല. നിങ്ങളൊക്കെ എങ്ങനെ എന്റെ അനിയന്മാരായത്? ഹരീഷ് പറയുന്നു, സുഭാഷ് ഏട്ടാ, ഇങ്ങനെ സെന്റിമെന്റലായി ആലോചിച്ചാൽ സുഭാഷ് ഏട്ടന്റെ ജീവിതം എന്താകും? സുഭാഷ് ഏട്ടന് ഈ കല്യാണം നടന്നാൽ നന്നായി ജീവിക്കാൻ പറ്റും. അതുകൊണ്ടാ ഞങ്ങൾ ഈ തീരുമാനം എടുത്തത്. സുധീഷ് പറയുന്നു, സുഭാഷ് ഏട്ടൻ കല്യാണം കഴിച്ച് ഇവിടുന്ന് പോകും. സുഭാഷ് ഏട്ടൻ മാത്രമല്ല, എല്ലാവരും ഇവിടെ നിന്ന് പോകട്ടെ. സുഭാഷ് ഏട്ടന് ഒരു കല്യാണം നടക്കണ്ടേ? അതിന് സുഭാഷ് ഏട്ടൻ മാറി താമസിക്കണമെന്ന് പറഞ്ഞാൽ മാറി താമസിക്കണം. സുഭാഷ് ചോദിക്കുന്നു, ഞാൻ പറഞ്ഞായിരുന്നോ എന്റെ കല്യാണം നടത്തി തരണമെന്ന്? 32 വയസ്സായിട്ടും എന്റെ കല്യാണം കഴിയാത്തത് നിങ്ങൾക്കും ഈ നാട്ടുകാർക്കും ഒരു വലിയ പ്രശ്നമായിരിക്കാം. പക്ഷേ എനിക്കതൊരു പ്രശ്നമല്ല. എന്റെ കല്യാണം ഇതുവരെ കഴിഞ്ഞില്ലേ എന്ന് പറഞ്ഞ് ഞാൻ ഒരു ദിവസം പോലും വിഷമിച്ചിട്ടില്ല. ഒരാളുടെ സന്തോഷം എന്തിലാ? അവരവർ തീരുമാനിക്കുന്ന കാര്യങ്ങളിൽ. എന്റെ സന്തോഷം നിങ്ങൾ വിചാരിക്കുന്നത് പോലെ കല്യാണം കഴിക്കണം, നിങ്ങൾ എല്ലാവരെയും വിട്ട് ഭാര്യയുടെ ഒപ്പം സുഖമായിട്ട് ജീവിക്കണമെന്നൊന്നുമല്ല. ദിവസവും ജോലിക്ക് പോകുന്നത്, സമ്പാദിച്ച് വെക്കുന്നത്, ദിവസവും നിങ്ങൾക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി ഒരുമിച്ചിരുന്ന് കഴിക്കുന്നത്, നമ്മൾ എല്ലാവരും സന്തോഷത്തോടു കൂടി സംസാരിക്കുന്നത്, ഇതെല്ലാമാണ് എന്റെ സന്തോഷം. ഇതാണ് ഈ സുഭാഷ്. എനിക്ക് ഇങ്ങനെയാണ് ഇഷ്ടം. നിങ്ങൾ ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം സന്തോഷത്തോടു കൂടി കഴിച്ച് സംസാരിച്ച് നന്നായി ഉറങ്ങുന്നത് കാണുന്നതാണ് എന്റെ വലിയ സന്തോഷം. നിങ്ങളുടെ ഒരാൾ പുറത്തു പോയിട്ട് കഴിക്കാൻ സമയമായിട്ടും വരാതിരിക്കുമ്പോൾ എന്റെ സമാധാനം പോകും. അതുകൊണ്ട് നിങ്ങൾ കല്യാണം കഴിക്കാതെ എന്റെ കൂടെ തന്നെ ജീവിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് ഈ വീട് വിട്ടു പോയാലാണ് സന്തോഷമെങ്കിൽ നിങ്ങൾക്ക് ഈ വീട് വിട്ടു പോകാം, അതും എനിക്ക് സന്തോഷമാണ്. ഈ വീട്ടിൽ നിന്നും എന്നെ തനിച്ചയച്ചാൽ ഞാൻ സന്തോഷമായിട്ടിരിക്കുമെന്നാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? ഞാൻ എങ്ങനെ സന്തോഷമായിട്ടിരിക്കൂടാ? അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഈ സുഭാഷ് ജീവനോടെ കാണില്ല. നിങ്ങളുടെ ചേട്ടന്റെ കല്യാണം നടക്കാത്തത് കൊണ്ട് നിങ്ങൾ വിഷമിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങൾ വിഷമിക്കാതിരിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ വിളിക്കുന്നിടത്തെല്ലാം ഞാൻ പെണ്ണ് കാണാനായി വരുന്നത്. ഇപ്പൊ ഞാൻ പറയുക, നിങ്ങൾ തീരുമാനിച്ചുറപ്പിച്ചു വെച്ചിരിക്കുന്ന ഈ കല്യാണം എനിക്കിഷ്ടമല്ല. ഈ വീട് വിട്ടുപോയി തനിച്ചൊരു ജീവിതം എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. ഈ കല്യാണം നടക്കത്തില്ല. ഈ കല്യാണം എനിക്ക് വേണ്ട. ഇതിക്കിട്ട് എല്ലാവരും കണ്ണു നിറങ്ങി നിൽക്കുമ്പോൾ സുഭാഷ് നിധിയോട് പറയുന്നു, മോളെ, ഞാൻ നിന്നോട് എന്റെ സംശയം പറഞ്ഞതല്ലേ? മോളും എന്നോട് പറഞ്ഞില്ല. ഇവരെല്ലാരും ചിന്തിച്ചതുപോലെ എന്റെ കല്യാണം നടക്കട്ടെ എന്ന് ആലോചിച്ചു കാണും അല്ലേ? പക്ഷെ ഇത് നടക്കില്ല മോളെ, ഈ കല്യാണത്തിന് ഞാൻ സമ്മതിക്കില്ല. ഈ സമയം നിധിയുടെ ഫോണിലേക്ക് വിടുകയാണ് കവിത. ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ട് സുഭാഷ് പറയുന്നു, കവിതയായിരിക്കും. കവിത ഈ കാര്യം പറഞ്ഞ ഉടനെ മറുപടി ഒന്നും പറയാതെ ഞാൻ എഴുന്നേറ്റ് പോന്നു. സത്യം അറിഞ്ഞതിന് ശേഷം എനിക്ക് കവിതയോടൊപ്പം ഒരു നിമിഷം പോലും ഇരിക്കാൻ കഴിഞ്ഞില്ല. താ മോളെ എന്ന് പറഞ്ഞ നിധിയുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങിച്ച് അറ്റൻഡ് ചെയ്യുകയാണ് സുഭാഷ്. കവിത നിധിന്ന് വിളിക്കുമ്പോൾ സുഭാഷ് പറയുന്നു, ഞാൻ സുഭാഷ് സംസാരിക്കുന്നത്. കവിത സംസാരിച്ചുകൊണ്ടിരിക്കുന്നപ്പോൾ ഞാൻ എഴുന്നേറ്റ് പോന്നു, എന്നോട് ക്ഷമിക്കുക. കവിത പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടിട്ട് എനിക്ക് അവിടെ ഇരിക്കാൻ തോന്നിയില്ല. അതൊന്നും എനിക്കറിയില്ല
മനസ്സിലായിരുന്നു. അന്ന് ഞാൻ എന്ത് കാരണം കൊണ്ടാണോ കല്യാണം വേണ്ടാന്ന് പറഞ്ഞത് അതേ കാരണം തന്നെയാണ് ഇപ്പോഴും എനിക്ക് പറയാനുള്ളത്. ഈ വീടും അനിയന്മാരെയും വിട്ട് എനിക്ക് മാറി താമസിക്കാൻ കഴിയില്ല. ഞാൻ വരത്തില്ല. എന്നോട് ക്ഷമിക്ക്. എനിക്ക് വേണ്ടി എന്നോടുള്ള സ്നേഹം കാരണമാണ് എന്റെ അനിയന്മാര് നിങ്ങളോട് അങ്ങനെയൊക്കെ പറഞ്ഞത്. അവരോടും ക്ഷമിച്ചേക്ക്. തെറ്റിദ്ധരിക്കല്ല. ഈ കല്യാണം നടക്കില്ല. വീട്ടിലും പറഞ്ഞേര്. ഞാൻ വെക്കുക. ഇത് കേട്ട് കവിത ഹലോ എന്ന് പറയുന്നുവെങ്കിലും സുഭാഷ് ഫോൺ കട്ട് ചെയ്ത് നിധിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് ഫോൺ. സുഭാഷ് പറയുന്നു, എടാ ഇനി ഇങ്ങനെ ഒരു തീരുമാനം എടുക്കില്ല എന്ന് പറയടാ. സുധീഷ് പറയുകയാണ്, സുഭാഷ് ഏട്ടൻ പറയുന്നത് കേട്ടാ തോന്നുമല്ലോ സുഭാഷ് ഏട്ടനെ ഈ വീട്ടിൽ നിന്നും പറഞ്ഞു വിട്ടിട്ട് ഞങ്ങൾ ഇവിടെ സന്തോഷമായിട്ട് ജീവിക്കാനായിരുന്നു എന്ന്. കരഞ്ഞുകൊണ്ട് നികേഷ് പറയുന്നു, സുഭാഷ് ഏട്ടൻ ഈ വീട്ടിൽ നിന്ന് പോകുമ്പോൾ എങ്ങനെ ജീവിക്കുമെന്ന് ആലോചിച്ച് ഞങ്ങൾ എത്ര കരങ്ങുമെന്നറിയുമോ? ഇവരാ എന്നോട് പറഞ്ഞത് സുഭാഷ് ഏട്ടൻ ഇവിടുന്ന് തനിച്ചു പോയാൽ ഒരു കുടുംബമായാൽ സന്തോഷമായിട്ട് ജീവിക്കുമെന്ന്. സത്യമായിട്ടും എനിക്ക് സുഭാഷ് ഏട്ടൻ ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല. സോറി സുഭാഷ് ഏട്ടാ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ നികേഷ് സുഭാഷിനെ കെട്ടിപ്പിടിക്കുകയാണ്. നികേഷിനെ ചേർത്ത് പിടിച്ച് സുഭാഷ് പറയുന്നു, കരയാതടാ, കണ്ണു തുടയ്ക്ക്. കണ്ടോടാ ഇവൻ എങ്ങനെ കരയുന്നേന്ന് നോക്കിക്കേ. ഇതാടാ ഈ വീടിന്റെ അവസ്ഥ. ഇതെല്ലാം നമുക്ക് ഈ നാട്ടുകാരോട് ചെന്ന് പറയാൻ കഴിയില്ല. അവരെ മനസ്സിലാക്കിപ്പിക്കാനും കഴിയില്ല. നമ്മൾ 4 പേരും ചേർന്ന് ഒരു മനസ്സോടെ ചിന്തിക്കുമ്പോഴാണ് ഇത് നമ്മുടെ വീടായി മാറുന്നത്. ഇനി ഇങ്ങനെ ചിന്തിക്കുമോടാ? കാരണവരായിക്കൊണ്ട് എന്നോട് ചോദിക്കാതെ കല്യാണം തീരുമാനിക്കുമോ? പറയടാ. ചിരിച്ചുകൊണ്ട് കുനിങ്ങി നിൽക്കുകയാണ് സുധീഷ്. ഹരീഷ് വിഷമത്തോടുകൂടി സുഭാഷിനെ തന്നെ നോക്കി നിൽക്കുന്നു. സുധീഷ് ചിരിക്കുന്നത് കണ്ട് പുഞ്ചിരിച്ച് അവരെ നോക്കുകയാണ് നിധി. സുഭാഷ് പറയുന്നു, ദേ നോക്ക്, ഈ സംസാരം ഇവിടെ അവസാനിക്കുകയാണ്. ഇതില് സുഭാഷിന് ഒരു വിഷമവും ഇല്ല. സുഭാഷ് അവന്റെ അനിയന്മാരുടെ കൂടെ സന്തോഷമായിട്ട് ഈ വീട്ടിൽ ജീവിക്കും. ഇത് ആർക്കും മാറ്റാൻ കഴിയില്ല. നിധി, നിനക്ക് മനസ്സിലാകുന്നില്ലേ മോളെ? സുഭാഷ് ഏട്ടൻ എപ്പോഴും ഇവിടെ തന്നെ ഉണ്ടാകും. നിങ്ങളുടെ എല്ലാവരുടെയും ഒപ്പം ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും. ഇത് കേട്ട് പുഞ്ചിരിച്ച് തലയാട്ടുകയാണ് നിധി. സുധീഷും നികേഷും ഹരീഷും പുഞ്ചിരിച്ച് സുഭാഷിനെ നോക്കുമ്പോൾ ദേഷ്യത്തോടുകൂടി അവരെ നോക്കുകയാണ് സുഭാഷ്. കയ്യിൽ പിടിച്ച് അവർ പറയുന്നു, സുഭാഷ് ഏട്ടാ പിണങ്ങല്ലേ, ദേഷ്യപ്പെടാതെ ഇങ്ങനെ. അങ്ങനെ അവർ സുഭാഷിന്റെ പിണക്കം മാറ്റാൻ ശ്രമിക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് അവരെ തന്നെ നോക്കി നിൽക്കുകയാണ് നിധി. തുടർന്ന് രാത്രി നിധിയും സുധീഷും നികേഷും ഹരീഷും പുറത്തിരിക്കുകയാണ്. നിധി പറയുന്നു, ഞാനിത് വിചാരിച്ചതാ, എപ്പോഴെങ്കിലും സുഭാഷ് ഏട്ടൻ ഈ സത്യം അറിയുമെന്ന്. മറച്ചു വെക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ ഇത്. ഇതാ നന്നായത്. സുഭാഷ് ഏട്ടൻ പറഞ്ഞതെല്ലാം നിങ്ങൾ കേട്ടതല്ലേ? ഈ സത്യം കല്യാണത്തിന് ശേഷമാണ് അറിഞ്ഞിരുന്നതെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ? ഇപ്പൊ അറിഞ്ഞത് തന്നെ നന്നായി. സുഭാഷ് ഏട്ടന് നമ്മളോട് ദേഷ്യം കാണുമോ? ഹരീഷ് പറയുന്നു, ഏയ് ദേഷ്യമൊന്നും കാണില്ല, വിഷമം ഉണ്ടായിരിക്കും. നിധി പറയുന്നു, ഞാൻ പോയി ഒന്ന് നോക്കിയിട്ട് വരാമേ. അങ്ങനെ നിധി അകത്തേക്ക് കയറാനായി തുടങ്ങുമ്പോൾ വീടിന്റെ മുകളിൽ നിന്നും ഒരു സിമന്റ് കെട്ട താഴേക്ക് വീഴുകയാണ്. ഞെട്ടി ഭയത്തോടുകൂടി കണ്ടടച്ച് ചെവി പൊത്തി നിൽക്കുകയാണ് നിധി. അത് നിധിയുടെ മുന്നിലേക്കാണ് വീഴുന്നത്, ദേഹത്ത് വീഴുന്നില്ല. സുധീഷും ഹരീഷും നികേഷും എല്ലാം ഞെട്ടി നിധിയെ നോക്കുമ്പോൾ അവിടെ ഓടി വരികയാണ് ഭാസ്കരനും സുഭാഷും. നിധി ഇങ്ങി വാന്ന് പറഞ്ഞ് സുധീഷ് നിധിയെ പിടിച്ചു മാറ്റുകയാണ്. ഭാസ്കരൻ പറയുന്നു, ഇത്രേ ഉള്ളൂ, ഞാൻ വിചാരിച്ചു ഈ ചുവര് മുഴുവൻ ഇടുങ്ങി വീണെന്ന്. സുധീഷ് പറയുന്നു, ഒരടി കൂടി നിധി മുന്നോട്ട് വെച്ചിരുന്നെങ്കിൽ നിധിയുടെ തലയിൽ വീണേ. ടെൻഷനോടുകൂടി സുഭാഷ് ചോദിക്കുന്നു, മോളെ നിധി ദേഹത്തെങ്ങനെ വീണോ? നിധി പറയുന്നു, ഇല്ല സുഭാഷ് ഏട്ടാ, എന്റെ മുന്നിലേക്കാ വീണത്, എനിക്കൊന്നും പറ്റിയില്ല. ഭാസ്കരൻ പറയുന്നു, ശരി ശരി, ഇവിടെ തന്നെ നിന്ന് സംസാരിക്കാതെ കുറച്ചങ്ങോട്ടേക്ക് മാറി നിന്ന് സംസാരിക്കൂ. ഭാസ്കരൻ അകത്തേക്ക് പോയതിനു ശേഷം അവിടെയെല്ലാം നോക്കിക്കൊണ്ട് സുഭാഷ് പറയുന്നു, ഈ വീടിന്റെ അവസ്ഥ ഇതാണ്, എപ്പോഴെല്ലാം കൂടി ഇടുങ്ങി പൊളിങ്ങി വീഴുന്നറിയില്ല. ഹരീഷും സുഭാഷും കൂടി അവിടെയെല്ലാം വൃത്തിയാക്കുകയാണ്. സുധീഷ് പറയുന്നു, ഒരു ദിവസം നമ്മൾ കിടന്നുറങ്ങുമ്പോൾ ഈ വീട് നമ്മുടെ മണ്ടയിലേക്ക് വന്ന് വീഴും. നിധി പറയുന്നു, സുഭാഷ് ഏട്ടൻ ഒരു മേസ്തിരിയല്ലേ? സുഭാഷ് ഏട്ടൻ വിചാരിച്ചാൽ ഒരാഴ്ച കൊണ്ട് ഇത് ശരിയാക്കാൻ പറ്റും. ഞാൻ വന്ന നാൾ മുതൽ ശ്രദ്ധിക്കുക, വീടൊന്നും പെയിന്റ് ചെയ്യാറേ ഇല്ല, എല്ലാം പഴയതായി തന്നെ ഇരിക്കുന്നു. എന്താ ഈ വീടൊന്നും പുതുക്കാത്തത്? ഇടിച്ച് മറ്റൊരെണ്ണം പണിയണമെന്നല്ല, ഇങ്ങനത്തെ ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്യാമല്ലോ. നികേഷ് പറയുന്നു, ഏട്ടത്തി, ഞങ്ങൾ എത്ര പ്രാവശ്യം ഈ വീട് ശരിയാക്കാൻ വേണ്ടി ശ്രമിച്ചതാണെന്ന് അറിയുമോ? അവര് സമ്മതിക്കില്ല. ആര് സമ്മതിക്കണമെന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് പറയുന്നു, ഈ വീടിന് മേളിൽ കോർട്ടിൽ കേസ് ഉണ്ട്. നിധി ചോദിക്കുന്നു, കേസോ? എന്ത് കേസ്? സുഭാഷ് പറയുകയാണ്, മോളെ വീട് നമ്മുടെ വീടാ, പക്ഷെ വല്യച്ഛനും അപ്പച്ചിയും ഈ വീട് അവരുടെയാണെന്ന് പറഞ്ഞ കോർട്ടിൽ കേസ് കൊടുത്തിരിക്കുകയാണ്. നിധി ചോദിക്കുന്നു, അങ്ങനെ കേസ് കൊടുക്കാൻ പറ്റുമോ? ഈ വീട് നിങ്ങളുടെയല്ലേ? സുധീഷ് പറയുന്നു, വീട് ഞങ്ങളുടേതാണ്, പക്ഷെ ഞങ്ങൾ ഈ നാട്ടിൽ ജീവിക്കുന്നത് അവർക്ക് അപമാനമാണെന്ന്, അതുകൊണ്ട് ഈ വീട് വിട്ടു പോകണമെന്ന് പറഞ്ഞാണ് കേസ് കൊടുത്തിരിക്കുന്നത്. നിധി ചോദിക്കുന്നു, എന്തേ പറയുന്നത്? അങ്ങനെയൊക്കെ കേസ് കൊടുക്കാൻ പറ്റുമോ? സുഭാഷ് പറയുകയാണ്, എന്തൊക്കെ പറഞ്ഞാണ് കേസ് കൊടുത്തിരിക്കുന്നതെന്ന് അറിയില്ല മോളെ. ഈ വീട് ഒന്ന് ശരിയാക്കാമെന്ന് വിചാരിച്ചാൽ ഉടനെ വഴക്കിന് വരും അവർ. കേസുണ്ട്, ഈ വീട്ടിൽ തൊട്ടു പോകരുതെന്ന് പറഞ്ഞ്. എന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് വിചാരിച്ച് ഞങ്ങൾ പിന്നെ അതങ്ങ് വിടും. നിധി ചോദിക്കുന്നു, അവര് പറഞ്ഞാൽ ഉടനെ നിങ്ങൾ അതങ്ങ് വിടുവല്ലേ? അതെന്ത് കേസാണ്? നിങ്ങള് കോർട്ടിൽ പോയായിരുന്നോ? അഡ്വക്കേറ്റുമായി സംസാരിച്ചായിരുന്നോ? സുഭാഷ് പറയുന്നു, ഞങ്ങൾ അഡ്വക്കേറ്റിനെ ആരെയും വെച്ചില്ല, കേസുണ്ട്, അത്രേ അറിയത്തുള്ളൂ. നിധി ചോദിക്കുന്നു, ഈ വീട് നിങ്ങളുടെ പേരിലാണോ? സുഭാഷ് പറയുന്നു, അതെ, വീട് അച്ഛന്റെ പേരിലാണ്. നിധി പറയുന്നു, അച്ഛന്റെ പേരിലല്ലേ ഈ വീട്, അപ്പൊ പിന്നെ ഈ കേസ് നിലനിൽക്കില്ല, നമുക്ക് ഈ കേസ് ജയിക്കാൻ പറ്റും. സുഭാഷ് പറയുന്നു, കുറച്ചുനാള് മുമ്പ് കോർട്ടിൽ നിന്നും വല്യച്ഛനൊരു കേസ്
കേസ് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ ലെറ്റർ വന്നു. അതിനുശേഷം എന്തായെന്ന് ഞങ്ങൾ അന്വേഷിച്ചിട്ടേ ഇല്ല. ഹരീഷ് പറയുന്നു, വല്യച്ഛൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് ചീത്ത വിളിക്കുന്നത് കൊണ്ട് ഇത് ഞങ്ങളുടെ വീടല്ല, ഇത് വല്യച്ഛന്റെ വീടാണെന്ന് ഞങ്ങൾക്ക് തന്നെ തോന്നി തുടങ്ങി. സുഭാഷ് പറയുന്നു, ഇത് ഞാൻ നോക്കിക്കോളാം മോളെ, നാളെ രാവിലെ തന്നെ ആദ്യത്തെ ജോലി എന്റേത് ഇതായിരിക്കും. നിധി ചോദിക്കുന്നു, അത്രേ ഉള്ളൂ, വീട് കേസ് ഇതെല്ലാം ശരിയായിട്ട് വരണ്ടേ? അവിടേക്ക് വന്ന ഭാസ്കരൻ പറയുന്നു, നിങ്ങൾ ഇതുവരെ മാറി നിന്നില്ലേ, ഇനിയും വന്ന് തലയിൽ വീഴും. നിധി പറയുന്നു, അതെല്ലാം അവിടെ നിൽക്കട്ടെ, ഈ വീട് അച്ഛന്റെ പേരിലാണോ? ഭാസ്കരൻ പറയുന്നു, അതെ, എന്റെ പേരിലാണ്. എന്റെ അച്ഛൻ എനിക്ക് എന്നെ ഈ വീട് തന്നതാണ്, എന്റെ പേരിൽ എഴുതി തന്നതാ. നിധി ചോദിക്കുന്നു, പിന്നെ എങ്ങനെയാ ഈ വീടിന്റെ പേരും പറഞ്ഞ് അച്ഛന്റെ ചേട്ടനും സഹോദരിയും കേസ് കൊടുത്തത്? ഈ വീട് അച്ഛന്റെ പേരിലാണെന്നുള്ളതിന് തെളിയിക്കാനായി വിൽപത്രം ഉണ്ടോ? ഭാസ്കരൻ പറയുന്നു, അങ്ങനെ വിൽപത്രം ഒന്നുമില്ല. ഞങ്ങളുടെ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് ആർക്കൊക്കെ എന്തൊക്കെയാണെന്ന് പറഞ്ഞു, എനിക്ക് ഈ വീടാണെന്ന് പറഞ്ഞു. നിധി ചോദിക്കുന്നു, അങ്ങനെ പറഞ്ഞതിന് ഒരു തെളിവില്ലേ? എന്തെങ്കിലും പത്രം ഉണ്ടോ? ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ ഭാസ്കരൻ അകത്തേക്ക് പോവുകയാണ്. നിധി ചോദിക്കുന്നു, നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമോ ഇതിനെപ്പറ്റി? സുഭാഷ് പറയുന്നു, ഞങ്ങൾക്കൊന്നും അറിയില്ല മോളെ. നിധി ചോദിക്കുന്നു, സുധീഷിന് അറിയാമോ? സുധീഷ് ചോദിക്കാണ്, എനിക്കോ? നോ, ഐ ഡോണ്ട് നോ. നിധി ഹരീഷിനെ നോക്കുമ്പോൾ ഹരീഷ് പറയുന്നു, എനിക്കറിയില്ല. നിധി പറയുകയാണ്, എനിക്കറിയില്ല എന്ന് മാത്രം എല്ലാവരും വളരെ വേഗത്തിൽ പറയുന്നുണ്ട്, ഇതൊന്നും ആരും ചിന്തിക്കാറ് പോലും ഇല്ലേ? ഹരീഷ് പറയുന്നു, ഏട്ടത്തി പറഞ്ഞത് സത്യമല്ലേ, നമ്മൾ എന്തുകൊണ്ട് ഒരു ദിവസം പോലും കോർട്ടിലേക്ക് പോയില്ല? ഇത് അവരുടെ വീടാണെന്ന് പറഞ്ഞ അവര് വഴക്കുണ്ടാക്കുമ്പോൾ ഇത് നമ്മുടെ വീടാണെന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല? സുഭാഷ് പറയുകയാണ്, അത് സത്യമാണല്ലോ, നമ്മൾ എന്താ ഇതിനെക്കുറിച്ച് ചിന്തിക്കാഞ്ഞത്? ഹരീഷ് പറയുകയാണ്, ഞാനും അത് തന്നെയല്ലേ ഇപ്പൊ പറഞ്ഞത്. സുഭാഷ് ഏട്ടൻ പിന്നെന്താ അതെന്നോട് തിരിച്ചു ചോദിക്കുന്നത്? ഇതെല്ലാം കേട്ട് ദേഷ്യത്തോടു കൂടി നിധി അകത്തേക്ക് പോകുമ്പോൾ സുധീഷ് പറയുന്നു, നിധി, ആ പത്രം എവിടെ ഉണ്ടെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം. അവിടേക്ക് വന്ന ഭാസ്കരൻ ചോദിക്കുന്നു, അകത്ത് കയറി പോയോ? പോയി ഉറങ്ങട്ടെ, കയറി പോടാ, അല്ലെങ്കിൽ മണ്ടയിലെങ്ങാണം വീഴും. അങ്ങനെ ഭാസ്കരൻ അകത്തേക്ക് പോകുമ്പോൾ ടെൻഷനോടുകൂടി മുകളിലേക്ക് നോക്കി നിൽക്കുകയാണ് സുഭാഷും സുധീഷും നികേഷും ഹരീഷും എല്ലാം. തുടർന്ന് രാവിലെ അടുക്കളയിൽ ദോശ ഉണ്ടാക്കുന്ന സുഭാഷ് നിധിയെ അടുക്കളയിലേക്ക് പിടിച്ച് ദോശ എടുത്ത് കഴിക്കാനായി പറയുകയാണ്. ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണോന്ന് നിധി ചോദിക്കുമ്പോൾ സുഭാഷ് പറയുന്നു, വേണ്ട മോളെ, ഞാൻ നോക്കിക്കോളാം, എടുത്ത് കഴിക്കെന്ന് പറഞ്ഞ് സുഭാഷ് ദോശയും ചട്നിയും എടുത്തു കൊടുക്കുകയാണ് നിധിക്ക്. നിധി സുഭാഷിന്റെ ഒപ്പം അടുക്കളയിലിരുന്ന് ദോശ കഴിക്കുകയാണ്. ഈ സമയം സുധീഷ് അവിടേക്ക് വരുന്നു. ദോശ കഴിക്കാനെടുത്ത് സുഭാഷ് പറയുന്നു, വാടാ, ദോശ കഴിക്കുന്നോ? സുധീഷ് പറയുകയാണ്, എന്തേ ചെയ്തു വെച്ചിരിക്കുന്നത്? ദോശയോ? ഇതൊക്കെ മനുഷ്യൻ കഴിക്കുമോ? എന്താ സുഭാഷ് ഏട്ടാ ഇത്? എപ്പോ നോക്കിയാലും ദോശ ദോശ ദോശ. വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ അന്ന് ഗോതമ്പ് ദോശ ഉണ്ടാക്കും. ഇത് കേട്ട് നിധി പറയുകയാണ്, സുഭാഷ് ഏട്ടൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കി തരുന്നത് തന്നെ വലിയ കാര്യമാ, എന്നിട്ടിപ്പം കളിയാക്കുന്നു. സുഭാഷ് ഏട്ടാ, സുധീഷിന് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കണ്ട, എങ്കിലേ സുഭാഷ് ഏട്ടന്റെ വില അറിയൂ. സുഭാഷ് പറയുന്നു, ശരി, ദോശ വേണ്ടെങ്കിൽ വേണ്ട, നിനക്ക് പിന്നെ എന്താ വേണ്ടത്? ഞാൻ ഉണ്ടാക്കി തരാം. സുധീഷ് ചോദിക്കുന്നു, സുഭാഷ് ഏട്ടന് വേറെ എന്താ ഉണ്ടാക്കാൻ അറിയുന്നത്? പിസ്സ ഉണ്ടാക്കാൻ അറിയുമോ? പാസ്ത, നൂഡിൽസ് ഉണ്ടാക്കാൻ അറിയുമോ? സുഭാഷ് പറയുകയാണ്, നൂഡിൽസോ? എടാ, നൂഡിൽസ് ഒന്നും കഴിക്കരുത്, ശരീരത്തിന് നല്ലതല്ല. നിധി പറയുന്നു, സുധീഷിന് അതൊക്കെയാണ് വേണ്ടതെങ്കിൽ സുധീഷ് തന്നെ ഉണ്ടാക്കി കഴിച്ചോ, വെറുതെ സുഭാഷ് ഏട്ടനെ ശല്യപ്പെടുത്തരുത്. സുധീഷ് പറയുന്നു, നിധി, ഇത് എന്റെ ചേട്ടനാണ്, ഇതിപ്പം നിധിയുടെ ചേട്ടനാണെന്ന് തോന്നുമല്ലോ. സുഭാഷ് ഏട്ടനെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ, ഇന്നലെ വന്ന് കയറിയിട്ട് എന്റെ സുഭാഷ് ഏട്ടനെ അങ്ങനെ അടിച്ചെടുക്കാമെന്ന് വിചാരിക്കണ്ട. അങ്ങനെ സുഭാഷിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് സുധീഷ് പറയുന്നു, ഇത് എന്റെ ചേട്ടനാണ്, ഞാൻ എന്റെ ചേട്ടനോട് എന്ത് വേണമെങ്കിലും പറയും. ഇത് കേട്ട് നിധി വിഷമത്തോടു കൂടി കുനിങ്ങി നിൽക്കുമ്പോൾ സുഭാഷ് ചോദിക്കുന്നു, നീ എന്താടാ ഈ പറഞ്ഞു വരുന്നത്? ഞാൻ നിന്റെ മാത്രം ചേട്ടനല്ല, ഞാൻ നിധിയുടെയും ചേട്ടനാണ്. വായി വരുന്നത് പറയണ്ട, നീ പറ മോളെ, നിനക്ക് പറയാനുള്ള അവകാശമുണ്ട്. സുധീഷ് പറയുന്നു, ശരി, കഴിച്ചു കഴിഞ്ഞെങ്കിൽ വാ, ഒരു സർപ്രൈസ് ഉണ്ട്. നിധി ചോദിക്കുന്നു, സർപ്രൈസോ? എന്ത് സർപ്രൈസ്? അപ്പോൾ സുധീഷ് പറയുകയാണ്, പറയാം, വാ. നിധി പറയുന്നു, സുധീഷ് പറഞ്ഞാലേ ഞാൻ വരത്തുള്ളൂ. ഇത് കേട്ട് സുധീഷ് ചോദിക്കുകയാണ്, എന്താ നിധി ഇത്? തക്കരയിൽ നിന്ന് തിരുവനന്തപുരം വരെ എന്നെ വിശ്വസിച്ച് വന്നതല്ലേ? നിധി പറയുന്നു, മതി മതി മതി, ഈ കഥ ഒരുപാട് തവണ കേട്ടു, ഇനി എനിക്ക് കേൾക്കാൻ വയ്യ. സുധീഷ് പറയുന്നു, അപ്പൊ എന്റെ കൂടെ വാ, ഒരു സർപ്രൈസ് ഉണ്ടെന്നേ. സുഭാഷ് ഏട്ടാ, വരാൻ പറ, ഞാൻ നിധിയെ വിളിച്ചോണ്ട് പോയിട്ട് എന്തോ ചെയ്യാനാ? സുഭാഷ് പറയുന്നു, പോയിട്ട് വാ മോളെ, എന്തോ ഒരു പ്രധാനപ്പെട്ട കാര്യത്തിന് വേണ്ടിയാ വിളിക്കുന്നതെന്ന് തോന്നുന്നു. അതെന്താണെന്ന് പറഞ്ഞില്ലല്ലോ എന്ന് നിധി പറയുമ്പോൾ കൈകൂപ്പി സുധീഷ് പറയുന്നു, അയ്യോ പ്ലീസ്, എന്നെ ഇങ്ങനെ അപേക്ഷിപ്പിക്കാതെ. സുഭാഷ് പറയുന്നു, പോയിട്ട് വാ മോളെ. അപ്പോൾ നിധി പറയുകയാണ്, സുഭാഷ് ഏട്ടന് വേണ്ടി ഞാൻ പോകാം. സുഭാഷ് പറയുന്നു, സൂക്ഷിച്ച് കൂട്ടിക്കൊണ്ടുപോയി സൂക്ഷിച്ച് തിരിച്ചു കൊണ്ടുവിടണം. സുധീഷ് പറയുകയാണ്, ശരി, എനിക്കറിയാം, സുഭാഷ് ഏട്ടന്റെ അനിയത്തിയെ സൂക്ഷിച്ചു കൊണ്ടുപോയി സൂക്ഷിച്ച് തിരിച്ചു കൊണ്ടുവരാം. പുഞ്ചിരിച്ച് സുഭാഷ് പറയുന്നു, പോയിട്ട് വാ മോളെ. ശരി സുഭാഷ് ഏട്ടാ എന്ന് പറഞ്ഞ് സുധീഷിന്റെ ഒപ്പം പോവുകയാണ് നിധി. തുടർന്ന് നിധിയെയും കൂട്ടി യൂണിവേഴ്സിറ്റിയിലേക്ക് വരികയാണ് സുധീഷ്. ടെൻഷനോടുകൂടി നിൽക്കുന്ന നിധിയോട് സുധീഷ് ചോദിക്കുന്നു, എന്താ ഇത്, ഫൈനൽ ഇയർ റിസൾട്ട് നോക്കാൻ വന്നതുപോലെ ഉണ്ടല്ലോ? അപ്പോൾ നിധി പറയുകയാണ്, ഞാനെന്നാ പ്രതീക്ഷയോടെയാ കോളേജിലേക്ക് പോയത്, അതുപോലെ ആകുമെന്നുള്ള പേടിയാ. സുധീഷ് പറയുന്നു, ടെൻഷൻ അടിക്കണ്ട, നമുക്ക് ഉറപ്പായും സർട്ടിഫിക്കറ്റ് വാങ്ങാം. അപ്പൊ ഇന്ന് തന്നെ കിട്ടുമോന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, ആ വാങ്ങാം, അവര് പ്രിന്റിംഗ് പ്രസ് നടത്തുന്നുണ്ടല്ലോ, നമ്മൾ ചെന്ന് ചോദിച്ചാൽ ഉടനെ അടിച്ചു തരും. എന്തായത് നിധി, ആദ്യം നമുക്ക് പോയി ചോദിക്കാം. തുടർന്ന് ആ മേഡത്തിന്റെ ക്യാബിനിലേക്ക് വരികയാണ് സുധീഷ്. സുധീഷിന്റെ കസ്റ്റമറായ ആ മേഡം സന്തോഷത്തോടു കൂടി അരികിലേക്ക് വന്ന് സുധീഷിനോട് പറയുന്നു, വാ സുധീഷേ. അപ്പോൾ സുധീഷ്
പറയുകയാണ്, മാഡം മാഡം പറഞ്ഞതുപോലെ ഞാൻ എന്റെ വൈഫിനെയും കൂട്ടി വന്നിട്ടുണ്ട്. എവിടെ വൈഫ് എന്താ മാഡം ചോദിക്കുമ്പോൾ നിധിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സുധീഷ് പറയുന്നു, ദാ മാഡം എന്റെ വൈഫ്. ഹായ് എന്ന് പറഞ്ഞ മാഡം അരികിലേക്ക് വരുമ്പോൾ നിധി പറയുന്നു, ഹായ് മാഡം. സുധീഷ് പറയുകയാണ്, മാഡം ഇതാണ് എന്റെ വൈഫ് നിധി. മാഡം പറയുന്നു, സുധീഷ് പറഞ്ഞു നിധിയുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് റീ അപ്ലൈ ചെയ്യണമെന്ന്. നിങ്ങൾ ഒരു കാര്യം ചെയ്യും, ഏത് ഇയറിലാണ് കോളേജിൽ നിന്നും ഇറങ്ങിയത്, ID നമ്പർ, ഏത് സ്ഥലത്തെ ഏത് കോളേജിലാണ് പഠിച്ചത്, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസ് എന്താ. ശരി മാഡം എന്ന നിധി പറയുമ്പോൾ ഒരു സ്റ്റാഫിന്റെ കയ്യിൽ നിന്നും പേപ്പറും പേനയും വാങ്ങി നിധിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് ആ മാഡം. നിധി ഡീറ്റെയിൽസ് എല്ലാം എഴുതി കൊടുക്കുകയാണ്. അത് വാങ്ങി മാഡം പറയുന്നു, കുറച്ചു നേരം വെയിറ്റ് ചെയ്യണേ. നിധി ഞാൻ ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് മാഡത്തിന്റെ അരികിലേക്ക് ചെന്ന് സംസാരിക്കുകയാണ് സുധീഷ്. മാഡം ചിരിച്ചുകൊണ്ട് സുധീഷുമായി സംസാരിക്കുമ്പോൾ അവരെ തന്നെ നോക്കി നിൽക്കുകയാണ് നിധി. സുധീഷിന്റെയും മാഡത്തിന്റെയും സംസാരം കണ്ട് ദേഷ്യത്തോടു കൂടി നിൽക്കുകയാണ് നിധി. ഇത് ശ്രദ്ധിച്ച് സുധീഷ് മനസ്സിൽ പറയുന്നു, ഞാൻ ആരോടെങ്കിലും അടുത്ത് സംസാരിച്ചാൽ എന്റെ ആൾക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ലല്ലോ. തുടർന്ന് മാഡം പറയുന്നു, ശരി സുധീഷ്, ഞാൻ ഈ ഡീറ്റെയിൽസ് എല്ലാം വെച്ച് ഒന്ന് ചെക്ക് ചെയ്യട്ടെ, അതിനുശേഷം സർട്ടിഫിക്കറ്റ് വാങ്ങാം. സുധീഷ് പറയുന്നു, മാഡം വിചാരിച്ചാൽ സർട്ടിഫിക്കറ്റ് കിട്ടുമെന്നറിയാം, അതുകൊണ്ടാ മാഡത്തിന്റെ അരികിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നത്. മാഡം പറയുന്നു, ശരി ഞാൻ ആപ്ലിക്കേഷൻ എടുത്തുകൊണ്ട് വരാമേ, അതില് നിധി സൈൻ ചെയ്യണം. സുധീഷ് പറയുന്നു, ശരി മാഡം, ഒരുപാട് നന്ദിയുണ്ട്. ഇറ്റ്സ് ഓക്കെ സുധീഷ് എന്ന് പറഞ്ഞ് മാഡം അകത്തേക്ക് പോവുകയാണ്. നിധിയെ നോക്കിക്കൊണ്ട് സുധീഷ് മനസ്സിൽ പറയുന്നു, ദേഷ്യം വരുന്നുണ്ട്. നിധിയുടെ അരികിലേക്ക് വന്ന് സുധീഷ് പറയുന്നു, മാഡം ഒരു ആപ്ലിക്കേഷനുമായിട്ട് വരാന്ന് പറഞ്ഞു, അതിൽ സൈൻ ചെയ്യണമെന്ന്. തുടർന്ന് ആപ്ലിക്കേഷനുമായി നിധിയുടെ അരികിലേക്ക് വന്ന് സൈൻ ചെയ്യാനായി പറയുകയാണ് മാഡം. തുടർന്ന് മാഡം പറയുന്നു, ഓക്കെ. 2 ആഴ്ച കഴിഞ്ഞ് വന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചോ. ഇത് കേട്ട് വിശ്വസിക്കാനാകാതെ സുധീഷിനെ ഒന്ന് നോക്കിയിട്ട് നിധി ചോദിക്കുന്നു, മാഡം സത്യമായിട്ടും കിട്ടുമോ. മാഡം പറയുന്നു, ഉറപ്പായും കിട്ടും. ഞാൻ 2 വീക്സ് മാക്സിമം പറഞ്ഞിരിക്കുന്നത്, അതിനു മുന്നേ തന്നെ സർട്ടിഫിക്കറ്റ് കിട്ടും. സർട്ടിഫിക്കറ്റ് വന്നാൽ ഉടനെ ഞാൻ സുധീഷിനോട് പറയാം, നിധി വന്ന് വാങ്ങിച്ചു. നിധി പറയുന്നു, നന്ദിയുണ്ട് മാഡം. അപ്പോൾ മാഡം പറയുകയാണ്, ഇറ്റ്സ് ഓക്കെ നിധി, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ കാര്യമെല്ലാം സുധീഷ് എന്നോട് പറഞ്ഞു, ആ കഥയെല്ലാം വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിധി തിരിഞ്ഞ് സുധീഷിനെ നോക്കുമ്പോൾ സുധീഷ് മനസ്സിൽ പറയുന്നു, അയ്യോ ഈ മാഡം എന്തിനാ ആവശ്യമില്ലാതെ സംസാരിക്കുന്നത്. മാഡം പറയുന്നു, ഒരുപാട് പോരാടിയല്ലേ നിങ്ങൾ കല്യാണം കഴിച്ചത്. എനിവേ കൺഗ്രാറ്റുലേഷൻസ്. അങ്ങനെ നിധിക്ക് കൈ കൊടുക്കുകയാണ് മാഡം. നിധി പറയുന്നു, താങ്ക് യു മാഡം. ശരി പിന്നെ കാണാന്ന് പറഞ്ഞ മാഡം അകത്തേക്ക് പോകുന്നു. നിധി ചോദിക്കുന്നു, കല്യാണത്തിന്റെ കഥയെല്ലാം നാട്ടുകാരോടെല്ലാം പറയണോ. അപ്പോൾ സുധീഷ് പറയുകയാണ്, ഈ വർഷമല്ലേ നിധി കോളേജിൽ നിന്നും പാസ്സായി ഇറങ്ങിയത്, ഉടനെ സർട്ടിഫിക്കറ്റ് എല്ലാം നഷ്ടപ്പെട്ടു പോയെന്ന് എങ്ങനാ പറയുക. അതിന് സ്ട്രോങ് ആയിട്ടുള്ള കാരണം വേണ്ടേ, എങ്കിലല്ലേ അവര് വിശ്വസിക്കൂ. ഇല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയി സർട്ടിഫിക്കറ്റ് കാണാനില്ല എന്ന് പറഞ്ഞ് കംപ്ലൈന്റ് കൊടുക്കണമായിരുന്നു. ഇപ്പൊ ജോലി എളുപ്പമായില്ലേ. മാക്സിമം 2 ആഴ്ചക്കുള്ളിൽ സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടാൻ പോവുകയാണ്. സന്തോഷമായില്ലേ. പുഞ്ചിരിച്ച നിധി പറയുന്നു, സന്തോഷമാ. സുധീഷ് പറയുകയാണ്, ഇപ്പോഴാ സത്യമായിട്ടും നിധിയുടെ മുഖത്ത് സന്തോഷം കാണുന്നത്. വാ പോകാന്ന് പറഞ്ഞ് നിധിയെയും കൂട്ടി അവിടെ നിന്ന് പോവുകയാണ് സുധീഷ്. തുടർന്ന് സുധീഷ് ചോദിക്കുന്നു, നിധി ഞാൻ വേറെ ഏതെങ്കിലും ഒരു പെണ്ണിനോട് സംസാരിച്ചാൽ നിധിക്കത് സഹിക്കാൻ കഴിയില്ല അല്ലേ, ഭയങ്കര പോസസീവാ. നിധി പറയുകയാണ്, സുധീഷ് ആരാ എനിക്ക്, ഞാനെന്തിനാ പോസസീവ് ആകുന്നത്. സുധീഷ് ആരോട് സംസാരിച്ചാൽ എനിക്കെന്താ. സുധീഷ് പറയുന്നു, ഇത്രയും വലിയൊരു ഹെൽപ്പ് ചെയ്തതല്ലേ, എന്നിട്ട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്. ഇങ്ങനത്തെ സഹായങ്ങളൊന്നും ഒരു ഫ്രണ്ട് പോലും ചെയ്യില്ല. അങ്ങനെ നോക്കുമ്പോൾ ഞാനൊരു ഫ്രണ്ടിനും മുകളില. നിധി പറയുന്നു, അല്ല അറിയാത്തത് കൊണ്ട് ഞാൻ ചോദിക്കുക, ഒരു യൂണിവേഴ്സിറ്റിക്ക് വരുന്നു, ഒരു ലേഡിയോട് സംസാരിക്കുന്നു, ഇങ്ങനെ ഷർട്ടിന്റെ ബട്ടൺസ് അടിച്ച് ബെന്നിനും കാണിച്ചുകൊണ്ടാണോ ഒരു സ്ത്രീയോട് സംസാരിക്കുന്നത്. അങ്ങനെ നിധി അവിടെ നിന്ന് പോകുമ്പോൾ സുധീഷ് പറയുകയാണ്, പോസസീവ് അല്ല, എനിക്കൊരു പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്രയൊക്കെ കാര്യങ്ങൾ നോട്ട് ചെയ്തല്ലോ മോളെ. അങ്ങനെ സന്തോഷത്തോടു കൂടി നിധിയുടെ പിന്നാലെ പോവുകയാണ് സുധീഷ്. തുടർന്നുള്ള റിവ്യൂമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.